എന്തായി വലി ഞാൻ വെച്ചോ. സീറ്റും വീഡിയോ ഒന്നും വാങ്ങിച്ചു കളയരുത്, അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണം. ആ അയാൾ ഉറങ്ങുകയാണ്. ഒന്നുകൊണ്ട് ഞാൻ പോയെന്ന് പറഞ്ഞേരി. എന്താ താമൂട്ടാ? ഒന്നുമില്ല, പോലീസുകാരോട് രാവിലെ തന്നെ കണ്ടതും കിട്ടി. എല്ലാം നന്ദി ഇവിടെ കാത്തു കെട്ടി കിടന്നിട്ട. എന്റെ അമ്മ എന്താ ഇങ്ങനൊരു കാര്യം ചെയ്യും, ഒരു 20 രൂപ ഇങ്ങോട്ട് കടായിട്ട് തന്നാ മതി, മറ്റന്നാൾ തിരിച്ചു തരാം. ഇത് കേട്ടോ, ഈ ന്യായമുള്ളത് ഇതാണ്. 10 രൂപ മറിയിച്ചെടുത്തേക്ക് വാടക കൊടുക്കാം. പോട്ടെ. ഏത് അച്ഛൻ അമ്മ എല്ലാവരും ഓർമ്മകളായി മാത്രം അവശേഷിക്കുന്നു. ഒന്ന് പതുക്കെ വായിക്കന്റെ മോളെ, കുഞ്ഞുളരും. ഒച്ചത്തിൽ വായിക്കണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഉച്ചാരണം ശരിയാകുമേ. എന്താ പുസ്തകമാ? ഒരു കഥാപുസ്തകം. നേരം വെളുത്താൽ അന്തിയാകുന്നതുവരെ ചുമടെടുത്താൽ കിട്ടുന്ന 4-5 രൂപയാ. അതിൽ നിന്നാ ഇങ്ങനെ കഥാപുസ്തകം വാങ്ങിച്ചോണ്ട് വരുന്നത്. നാളെ റേഷൻ മേടിക്കേണ്ട കാര്യം ഓർമ്മയുണ്ടോ? റേഷൻ വാങ്ങിക്കാൻ വേറെ കാശുണ്ടേ. എന്നാലും എന്തിനാ ഇങ്ങനെ ദിവസം കഥാപുസ്തകം വാങ്ങിച്ചോണ്ട് വരുന്നത്? അവള് വായിക്കട്ടെ, കോളേജിലും മറ്റും പോട്ടെ, കൊച്ചല്ലേ. നീ നോക്കൂ, ഞാൻ അവളെ പഠിപ്പിച്ച് വലിയ ഡോക്ടറാ. ഞാൻ പറയാം, നീ വാ. നീ ഇപ്പൊ കോളേജിൽ പോവല്ലേ? അതെ. നീ പോയിക്കോ, ഞാൻ വരുന്നില്ല. ജയൻ, ഞാനിവിടെ പഠിക്കാൻ വന്നതാ. എടാ, പഠിത്തം കഴിഞ്ഞ് ഭാര്യയും കുട്ടികളും ഒക്കെ ആയി കഴിഞ്ഞാ പിന്നെ ഇതൊക്കെ നടക്കുമോ? പ്ലീസ്, ആ താക്കോൽ ഇങ്ങോട്ട് താ. ഇറങ്ങടാ പറഞ്ഞു. പ്ലീസ് ബാബു. ഇറങ്ങാനല്ലേ പറഞ്ഞത്? പിന്നെ ഇവനൊരു സന്യാസി. എന്റെ പൊന്നു മോളെ, ഇവനൊരു വെജിറ്റേറിയനാ. വിഷമിക്കണ്ട, നമുക്ക് വേറെ സ്ഥലം നോക്കാം. വാ. എനിക്ക് ഒരു മിനിറ്റ്. ബാബു, എന്താടാ? ഒരു അത്യാവശ്യം, ഒരു 25 മണീസ് വേണം. എന്റെ കയ്യിലുള്ള പണം തികയത്തില്ല. നാളെ എമ്മോ വരും, അപ്പൊ തരാം. ഞങ്ങൾ വല്ല ഹോട്ടലിലും പോയിക്കോളാം എന്റെ സാറേ. നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ, ഇവിടുന്ന് പോയി കിട്ടിയാ മതി. വലിയ ഉപകാരം. ഓക്കെ, താങ്ക് യു. നിന്റെ ചേച്ചിക്ക് എന്താടാ ജോലി? ഡ്യൂട്ടി. ഡ്യൂട്ടിയോ? എന്തോന്ന് ഡ്യൂട്ടി? നൈറ്റ് ഡ്യൂട്ടിയോ? അതെ, വൈകുന്നേരം ദാമുവച്ച് സൈക്കിൾ റിക്ഷൻ കൊണ്ടുവന്ന് ചേച്ചി വിളിച്ചോണ്ട് പോകും. അത് രാവിലെ ചേച്ചി നിറയെ പണവും കൊണ്ടുവരും. ഓഹോ, നിന്റെ ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ? അതെ സാറേ. അതോടൊക്കെ നീ പോയി ചായ വാങ്ങിച്ചോണ്ടോ. ഇതാ കാശെടുത്തോ. ആരാ? എന്താ വേണ്ടത്? വല്ലാത്ത മഴ. നീ ഏതാ? എന്നെ അറിയില്ലേ? എന്റെ പേര് രാജമ്മ എന്നാണ്. രാജി എന്നാണ് എല്ലാരും വിളിക്കുന്നത്. ബാബു എന്നല്ലേ പേര്? ഞാൻ അറിയും. കോളേജിൽ MA പഠിക്കുന്നു അല്ലേ? നിനക്കെങ്ങനെ എന്നെ മനസ്സിലായി? ഞാൻ എന്നും കാണാറുണ്ട്. ബാബു എന്നെ ശ്രദ്ധിച്ചിട്ടില്ല. നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? മഴ കണ്ടില്ലേ? ഞാൻ ഒരാളുടെ കൂടെ പോയതാണ്. ഇപ്പൊ ഹോട്ടലിൽ നിന്നാണ് വരുന്നത്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഡ്രൈവർ വിളിച്ചിരുന്നു. അയാൾ എന്നെ കുറച്ച് അപ്പുറത്തിറക്കി വിട്ടു. ഞാൻ നിങ്ങളുടെ ഗിറ്റ് ചാടി. ഓ, നീ പോ, ഞാൻ മാറി കിടക്കട്ടെ. അയ്യോ, ഈ മഴയത്ത് ഞാൻ എവിടെ പോകാനാ? ഞാനിവിടെ തനിച്ചാണ് താമസിക്കുന്നത്. നീ പോ. ബാബു ഒറ്റയ്ക്കേ ഉള്ളൂന്ന് എനിക്കറിയാം. ഓഹോ, അത് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ? അതെ. നിനക്ക് 6 തെറ്റിപ്പോ. നീ അതിന് മറ്റാരെങ്കിലും അന്വേഷിക്കുന്നതാണ് നല്ലത്. കട കണ്ട, ബാബു എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ബാബുവിനെ ചീത്തയാക്കാൻ വന്നതല്ല. എനിക്ക് വല്ലാതെ തണുക്കുന്നു. ഈ ഉടുപ്പൊക്കെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. അതിനൊന്നും ഇവിടെ സൗകര്യമില്ല. ഉള്ള സൗകര്യം മതി. ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. എന്നെ തല്ലി കൊന്നാലും ശരി, ഞാൻ ഇവിടുന്ന് പോകില്ല. എനിക്ക് വല്ലാതെ തണുക്കുന്നു. ഈ ഉടുപ്പൊക്കെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. കുളിമുറി എവിടെ? എന്നെ ഉപദ്രവിക്കാൻ അവിടെ ഇറങ്ങി പോകുന്നുണ്ടോ? പോവില്ല. കുളിമുറി എവിടെ? തണുക്കുന്നു. വാ.
ഇതാണ് ബാത്റൂം. ഇതിനകത്ത് പോയി എല്ലാം പിടിച്ചെടുക്കും. നല്ല വീട്, ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കാൻ ഇത്രയും വലിയ വീടെന്തിനാ? ഞാനൊന്ന് കുളിക്കരേ. എന്റെ പാവാട എല്ലാം നനഞ്ഞു. എനിക്ക് ഉടുക്കാൻ ഒരു പാവാട തരുമോ? ഇവിടെ പാടയില്ല, മുണ്ടായാലും മതി. മുണ്ടും ഇല്ല, ആകെ ഒരു ലുങ്കിയാ ഉള്ളത്. ആ, അത് മതി. അതാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാ പുറത്തു വരിക?